ഹലോ, എല്ലാവർക്കും നമസ്കാരം. സ്റ്റഡി ആൻഡ് ലേൺ വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചാപ്റ്റർ 6ഉം 7ഉം പഠിച്ചിരുന്നു. എല്ലാവരും ആ ചാപ്റ്റേഴ്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ SSLC ബയോളജിയിലെ ചാപ്റ്റർ 8ലെ ഫോക്കസ് ഏരിയ പോർഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം. ചാപ്റ്റർ 8 ദ പാത്ത് ട്രാവേഴ്സ്ഡ് ബൈ ലൈഫ്, ജീവൻ പിന്നിട്ട പാതകൾ എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് രണ്ട് കാര്യങ്ങളെ ഫോക്കസ് ഏരിയയിൽ പഠിക്കാനുള്ളൂ. ഒന്ന് കെമിക്കൽ എവല്യൂഷൻ തിയറിയും തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷനും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കെമിക്കൽ എവല്യൂഷൻ തിയറി എന്താണെന്ന് പഠിക്കാം. കെമിക്കൽ എവല്യൂഷൻ തിയറി, മലയാളത്തിൽ അതിനെ രാസപരിണാമ സിദ്ധാന്തം എന്നാണ് പറയുന്നത്. കെമിക്കൽ എവല്യൂഷൻ തിയറി ഈസ് റിലേറ്റഡ് ടു ദ ഒറിജിൻ ഓഫ് ലൈഫ് ഓൺ എർത്ത്. എങ്ങനെയാണ് ഭൂമിയിൽ ജീവൻ ഉണ്ടായത് എന്നതിനെക്കുറിച്ചാണ് ഈ തിയറി പറയുന്നത്. This theory states that life originated as a result of the changes that occurred in the chemical substances in sea water under specific condition in primitive earth where free oxygen was absent. ആദിമ ഭൂമിയിലെ സവിശേഷ സാഹചര്യങ്ങളിൽ ഓക്സിജൻ്റെ അഭാവത്തിൽ സമുദ്രത്തിലെ രാസവസ്തുക്കൾക്കുണ്ടായ മാറ്റങ്ങളുടെ ഫലമായി ഭൂമിയിൽ ജീവൻ ഉത്ഭവിച്ചു എന്നതാണ് ഈ തിയറി പറയുന്നത്. നമുക്കറിയാം, ആദിമ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉണ്ടായിരുന്നില്ല. ഈ സമുദ്രത്തിലെ രാസവസ്തുക്കൾക്ക് മാറ്റങ്ങൾ ഉണ്ടായത് പെട്ടെന്നായിരുന്നില്ല. അനേകം വർഷങ്ങൾ കൊണ്ടാണ് ഈ മാറ്റങ്ങൾ സംഭവിച്ചത്. റഷ്യൻ ശാസ്ത്രജ്ഞനായ AI ഒപ്പാരിനും ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ JBS ഹാൽഡേനുമാണ് ഈ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാക്കൾ. ഇനി നമുക്ക് എങ്ങനെയാണ് ഫസ്റ്റ് പ്രിമിറ്റീവ് സെൽ ഫോം ചെയ്തതെന്ന് മനസ്സിലാക്കാം. അതിൻ്റെ സ്റ്റെപ്സാണ് ഇനി പറയുന്നത്. ഫസ്റ്റ് വൺ, ഫോർമേഷൻ ഓഫ് എർത്ത്, ഭൂമിയുടെ ഉത്ഭവം. സെക്കൻഡ് സ്റ്റെപ്പ്, ഫോർമേഷൻ ഓഫ് പ്രിമിറ്റീവ് ഗ്യാസസ്. ആദിമ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കാണപ്പെട്ട ചില ഗ്യാസസ് ആണ് ഹൈഡ്രജൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, മീത്തേൻ, അമോണിയ, നീരാവി, ഹൈഡ്രജൻ സൾഫൈഡ് തുടങ്ങിയ വാതകങ്ങൾ. സ്വതന്ത്ര ഓക്സിജൻ ഇല്ലായിരുന്നു. ആദിമ ഭൂമിയുടെ അന്തരീക്ഷം വളരെ ചൂടുള്ളതായിരുന്നു. അടുത്ത സ്റ്റെപ്പ്, കണ്ടൻസേഷൻ ഓഫ് വാട്ടർ വേപ്പർ ടു ഫോം റെയിൻ. നീരാവി ഘനീഭവിച്ച് ഏറെക്കാലം നീണ്ടുനിന്ന മഴയുണ്ടാകുന്നു. അങ്ങനെ ആദിമ ഭൂമിയുടെ അന്തരീക്ഷം ചൂടായതിനാൽ നീരാവി ഘനീഭവിച്ച് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ നാൾ മഴ പെയ്തു. അങ്ങനെ സമുദ്രം രൂപപ്പെടുകയാണ്. അടുത്ത സ്റ്റെപ്പ്, ഫോർമേഷൻ ഓഫ് ഓഷ്യൻസ്. ഈ സമുദ്രത്തിലെ ജലം ചൂടുള്ളതായിരുന്നു. ഓഷ്യൻസ് കണ്ടെയ്ൻഡ് ഹോട്ട് വാട്ടർ. അടുത്ത സ്റ്റെപ്പ്, അന്തരീക്ഷത്തിലെ ഇനോർഗാനിക് സബ്സ്റ്റൻസസിൽ നിന്നും ഓർഗാനിക് സബ്സ്റ്റൻസസ് ഉണ്ടായി അത് സമുദ്രത്തിലേക്ക് എത്തുന്നു. അങ്ങനെ അടുത്ത സ്റ്റെപ്പ്, ഫോർമേഷൻ ഓഫ് സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ്. ലളിതഘടനയുള്ള ജൈവകണികകൾ ഉണ്ടാകുന്നു. അടുത്ത സ്റ്റെപ്പ്, ഫോർമേഷൻ ഓഫ് കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസ്. സങ്കീർണ ജൈവകണികകൾ ഉണ്ടാകുന്നു. അങ്ങനെ ഇവയിൽ നിന്ന് ഫോർമേഷൻ ഓഫ് ദി പ്രിമിറ്റീവ് സെൽ ഫ്രം ന്യൂക്ലിക് ആസിഡ് ആൻഡ് ലിപ്പിഡ്സ്. ഇനി നമുക്ക് ടെക്സ്റ്റിലെ ചിത്രീകരണത്തിലേക്ക് ശ്രദ്ധിക്കാം. ആദിമ ഭൂമിയുടെ അന്തരീക്ഷം. പ്രിമിറ്റീവ് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെ ഗ്യാസസ് ആണ് ഉണ്ടായിരുന്നതെന്ന് നമുക്ക് നോക്കാം. ഹൈഡ്രജൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, മീത്തേൻ, അമോണിയ, നീരാവി എന്ന് പറഞ്ഞാൽ വാട്ടർ വേപ്പർ, ഹൈഡ്രജൻ സൾഫൈഡ് എന്നിങ്ങനെയുള്ള ഗ്യാസസ് ആയിരുന്നു പ്രിമിറ്റീവ് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരുന്നത്. ദർ വാസ് നോ ഫ്രീ ഓക്സിജൻ, സ്വതന്ത്ര ഓക്സിജൻ ഉണ്ടായിരുന്നില്ല. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ അതിന് എനർജി സോഴ്സ് വേണം, അല്ലേ? അപ്പോൾ ഇവിടെ റിയാക്ഷൻസ് നടക്കാനുള്ള എനർജി സോഴ്സസ്, ഊർജ്ജ സ്രോതസ് ലഭിച്ചിരുന്നത് ഇടിമിന്നലിൽ നിന്ന്, തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്, അൾട്രാ വയലറ്റ് വികിരണങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, വോൾക്കാനിക് ഇറപ്ഷൻസ്. ഇതെല്ലാമായിരുന്നു എനർജി സോഴ്സസ് ആയിട്ട് ആക്ട് ചെയ്തിരുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കൂ. കണ്ടൻസേഷൻ ഓഫ് വാട്ടർ വേപ്പർ ടു ഫോം റെയിൻ ആൻഡ് ദിസ് റെയിൻ
led to the formation of oceans. അന്തരീക്ഷത്തിലെ നീരാവി ഘനീഭവിച്ച് ഏറെക്കാലം നീണ്ടുനിന്ന മഴയോടെ സമുദ്രങ്ങൾ രൂപപ്പെട്ടു. ആൻഡ് അടുത്ത സ്റ്റെപ്പ് എന്താ? ഫോർമേഷൻ ഓഫ് സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ്. ലഘുജൈവ കണികകൾ രൂപപ്പെടുന്നു. ഏതെല്ലാം ലഘുജൈവ കണികകളാണ് രൂപപ്പെട്ടത്? അമിനോ ആസിഡുകൾ, മോണോസാക്കറൈഡ്, നൈട്രജൻ ബേസുകൾ, ഫാറ്റി ആസിഡുകൾ എന്നിവയാണ് രൂപപ്പെട്ടത്. ഇനി സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസിൽ നിന്ന് കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ടാവുന്നതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ അമിനോ ആസിഡ്സിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്നു, മോണോസാക്കറൈഡിൽ നിന്ന് പോളിസാക്കറൈഡ്സ്, നൈട്രജൻ ബേസുകളിൽ നിന്ന് ന്യൂക്ലിയോടൈഡുകൾ, ഫാറ്റി ആസിഡ്സിൽ നിന്ന് കൊഴുപ്പുകൾ എന്ന് പറഞ്ഞാൽ ലിപ്പിഡ്സ് മുതലായവ രൂപപ്പെടുന്നു. അങ്ങനെ ന്യൂക്ലിക് ആസിഡുകൾ ഉണ്ടാവുകയും അതിനൊരു ആവരണം ഉണ്ടാവുകയും ചെയ്തതോടുകൂടെ ആദിമകോശം ഫസ്റ്റ് പ്രിമിറ്റീവ് സെൽ ഫോം ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് കെമിക്കൽ എവല്യൂഷൻ തിയറി. അപ്പോൾ കെമിക്കൽ എവല്യൂഷൻ തിയറിയിൽ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ കൺക്ലൂഡ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് ആദ്യം തന്നെ ഫോർമേഷൻ ഓഫ് എർത്ത്, പിന്നെ ഫോർമേഷൻ ഓഫ് പ്രിമിറ്റീവ് ഗ്യാസസ്, അടുത്ത സ്റ്റെപ്പിൽ കണ്ടൻസേഷൻ ഓഫ് വാട്ടർ വേപ്പർ ടു ഫോം റെയിൻ ആൻഡ് ദിസ് റെയിൻ ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് ഓഷ്യൻസ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഫോർമേഷൻ ഓഫ് സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ്, അതിൽ നിന്ന് കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ടാവുന്നു. ആൻഡ് ഫൈനലി the formation of the primitive cell from the nucleic acid and lipids. ഇനി നമുക്ക് പഠിക്കാനുള്ളത് യൂറി മില്ലർ എക്സ്പെരിമെൻ്റ് ആണ്. കെമിക്കൽ എവല്യൂഷൻ തിയറി അഥവാ രാസപരിണാമ സിദ്ധാന്തത്തിൻ്റെ തെളിവാണ് യൂറി മില്ലർ എക്സ്പെരിമെൻറ്റ്. സ്റ്റാൻലി മില്ലർ, ഹെറോൾഡ് യൂറി എന്നിങ്ങനെ 2 ശാസ്ത്രജ്ഞരാണ് ഈ പരീക്ഷണം നടത്തിയത്. എങ്ങനെയാണ് ഇൻഓർഗാനിക് സബ്സ്റ്റൻസസിൽ നിന്നും ഓർഗാനിക് സബ്സ്റ്റൻസസ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നതായിരുന്നു ഈ പരീക്ഷണം. ചിത്രീകരണത്തിലേക്ക് ശ്രദ്ധിക്കുക. ഈ ചിത്രത്തിൽ കാണുന്നതാണ് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. ഇവിടെ നമുക്കൊരു ഗ്ലാസ് ഫ്ലാസ്ക് കാണാം അല്ലേ? ഈ ഗ്ലാസ് ഫ്ലാസ്ക് പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയർ, ആദിമ ഭൂമിയുടെ അന്തരീക്ഷത്തെ സൂചിപ്പിക്കുന്നു. കെമിക്കൽ എവല്യൂഷൻ തിയറി പഠിച്ചപ്പോൾ നമ്മൾ കണ്ടിരുന്നു ആദിമ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ചില ഗ്യാസുകളായ മീത്തേൻ, അമോണിയ, ഹൈഡ്രജൻ എന്നിങ്ങനെ ഗ്യാസസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഇവിടെ ഈ ഗ്ലാസ് ഫ്ലാസ്കിൽ ഇനോർഗാനിക് ഗ്യാസസ് ആയ മീത്തേൻ, അമോണിയ, ഹൈഡ്രജൻ, വാട്ടർ വേപ്പർ എന്നിവയെ ഈ പരീക്ഷണ സംവിധാനത്തിൽ കൃത്രിമമായി ആർട്ടിഫിഷ്യലി രൂപപ്പെടുത്തുകയാണ് ചെയ്തത്. ഭൗമാന്തരീക്ഷത്തിലുണ്ടായിരുന്ന ഇടിമിന്നൽ പോലുള്ള എനർജി സോഴ്സ് ഊർജ പ്രവാഹത്തിന് പകരമായി ഇവിടെ ഗ്ലാസ് ഫ്ലാസ്കിലെ വാതക മിശ്രിതത്തിലൂടെ ഉന്നത വോൾട്ടേജ്, ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി കടത്തിവിടുകയാണ് ചെയ്തത്. അതിനുശേഷം ഈ ഗേഷ്യസ് മിക്സ്ചർ കണ്ടൻസറിലൂടെ കടത്തിവിടുകയാണ് ചെയ്തത്. ദിസ് ഗേഷ്യസ് മിക്സ്ചർ വാസ് പാസ്ഡ് ത്രൂ ദ കണ്ടൻസർ ആൻഡ് ദ കണ്ടൻസർ കൂൾഡ് ദിസ് മിക്സ്ചർ. This condenses and forms the water vapor which ultimately led to the formation of water, and this resembles the formation of rain in the chemical evolution theory. ഇവിടെ ഈ വാട്ടർ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പ്രിമിറ്റീവ് ഓഷ്യനെയാണ് സൂചിപ്പിക്കുന്നത്. ആദിമ സമുദ്രം ചൂടായിരുന്നു എന്ന് നമുക്കറിയാം. അതിനുവേണ്ടി ഇവിടെ ഹീറ്റ് കൊടുത്തു. പിന്നീട് ഈ ജലം പരിശോധിച്ചപ്പോൾ അമിനോ ആസിഡ് സെഡിമെൻ്റ് ആയതായി കണ്ടു. അങ്ങനെ ഓർഗാനിക് സബ്സ്റ്റൻസ് ആയ അമിനോ ആസിഡ് രൂപപ്പെട്ടു എന്ന് ഈ പരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡാർവിനിസത്തിനെ കുറിച്ചാണ്. തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. മലയാളത്തിൽ ഇതിനെ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം എന്ന് പറയുന്നു. ഇംഗ്ലീഷ് പ്രകൃതി ശാസ്ത്രജ്ഞനായ ചാൾസ് റോബർട്ട് ഡാർവിനാണ് ഈ സിദ്ധാന്തം അവതരിപ്പിച്ചത്. HMS ബീഗിൾ എന്ന കപ്പലിൽ ഗാലപ്പാഗോസ് ദ്വീപുകളിലേക്ക് നടത്തിയ യാത്രയാണ് ഡാർവിൻ്റെ ജീവിതത്തിലും പരിണാമ സിദ്ധാന്ത ചരിത്രത്തിലും വഴിത്തിരിവുണ്ടാക്കിയത്. ഗാലപ്പാഗോസ് ദ്വീപ സമൂഹത്തിലെ ജീവികളെ കേന്ദ്രീകരിച്ച് നടത്തിയ പഠനത്തിൽ നിന്നാണ് ജീവപരിണാമത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം അദ്ദേഹം ആവിഷ്കരിച്ചത്. ഇദ്ദേഹം ആ ഐലൻഡിൽ പോകാൻ ഒരു പ്രത്യേക കാരണമുണ്ടായിരുന്നു. തീരപ്രദേശങ്ങളുടെ ഭൂപട നിർമ്മാണത്തിനായി ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച യാത്രാ സംഘത്തോടൊപ്പമാണ് ഡാർവിൻ ആ ദ്വീപുകളിലേക്ക് യാത്രയായത്. അവിടെ വന്നെത്തിക്കഴിഞ്ഞപ്പോൾ ആ ദ്വീപിൽ കണ്ട ഒട്ടേറെ ജീവികളെക്കുറിച്ചുള്ള പഠനമാണ് അദ്ദേഹത്തെ ഈ സിദ്ധാന്തത്തിലേക്ക് നയിച്ചത്.
ചാൾസ് റോബർട്ട് ഡാർവിൻ്റെ തിയറിയെ അദ്ദേഹം ഒരു ബുക്കിലൂടെയാണ് അവതരിപ്പിച്ചത്. ആ ബുക്കിൻ്റെ പേരാണ് ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ. പ്രകൃതി നിർദ്ധാരണം വഴിയുള്ള ജീവിവർഗ ഉൽപ്പത്തി എന്നാണ് ഈ ഗ്രന്ഥത്തിൻ്റെ പേര്. ഗാലപ്പാഗോസ് ദ്വീപസമൂഹത്തിൽ കണ്ടുവന്ന കുരുവികളുടെ കൊക്കിൻ്റെ സവിശേഷതയും റോബർട്ട് മാൽത്തൂസിൻ്റെ ജനസംഖ്യ സിദ്ധാന്തത്തിൻ്റെ ആശയങ്ങളെ കൂട്ടിച്ചേർത്താണ് ഡാർവിൻ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ അവതരിപ്പിച്ചത്. Population theory by Robert Malthus and the finches in Galapagos Islands were the two things that influenced Darwin to bring conclusions in his theory. ഇനി നമുക്ക് ഗാലപ്പാഗോസ് ഐലൻഡിൽ കണ്ട ഫിഞ്ചസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ദർ വർ ഡിഫറെൻറ്റ് ഫിഞ്ചസ് ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ഇൻ ദർ ബീക്സ്. കൊക്കിൻ്റെ വൈവിധ്യം കാരണം പലതരം കുരുവികൾ ഈ ഐലൻഡിൽ ഉണ്ടായിരുന്നു. ഇനി ഏതൊക്കെയാണ് ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിഞ്ചസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തേത് ഇൻസെക്റ്റിവോറസ് ഫിഞ്ചസ്, ഷഡ്പദഭോജികൾ. അടുത്തത് കാക്ടസ് ഈറ്റിംഗ് ഫിഞ്ചസ്, കള്ളിമുൾ ചെടി ഭക്ഷിക്കുന്ന ഫിഞ്ചസ്. അടുത്തത് സ്മോൾ ഗ്രൗണ്ട് ഫിഞ്ചസ്, ചെറിയ നീലക്കുരുവി. അടുത്തത് ലാർജ് ഗ്രൗണ്ട് ഫിഞ്ചസ്, വലിയ നീലക്കുരുവി. അടുത്തത് ട്രീ ഫിഞ്ചസ്, മരക്കുരുവി. അടുത്തത് മീഡിയം സൈസ്ഡ് ട്രീ ഫിഞ്ചസ്, ഇടത്തരം മരക്കുരുവി. അടുത്തത് വുഡ്പെക്കർ ഫിഞ്ച്, മരംകൊത്തി കുരുവി. അപ്പോൾ ഈ ഫിഞ്ചസിൻ്റെ എല്ലാം ബീക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അവയുടെ ബീക്കുകൾക്കെല്ലാം വ്യത്യാസമുണ്ട്. ആൻഡ് ഡാർവിൻ അതിന് കാരണം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ദ ഡിഫറൻസ് ഇൻ ദ ബീക്സ് വെയർ ഡ്യൂ ടു ദി ഡിഫറൻസ് ഇൻ ദർ ഫീഡിംഗ് ഹാബിറ്റ്സ്. പലതരം ഭക്ഷണ രീതിയെ ആസ്പദമാക്കിയാണ് ഇവയുടെ ബീക്സിൽ ഈ ഡിഫറൻസ് കണ്ടത് എന്നാണ് ഡാർവിൻ പറഞ്ഞത്. ഇൻസെക്റ്റിവോറസ് ഫിഞ്ചസ് ഹാവ് സ്മോൾ ബീക്സ്. ഷഡ്പദഭോജികളായ കുരുവികൾക്ക് ചെറിയ കൊക്കുകളാണ് കാണപ്പെട്ടത്. ദോസ് ദാറ്റ് ഫീഡ് ഓൺ ദ കാക്ടസ് പ്ലാന്റ്സ് ഹാവ് ലോങ് ആൻഡ് ഷാർപ്പ് ബീക്സ്. കള്ളിമുൾ ചെടികളെ ഭക്ഷിക്കുന്നവയ്ക്ക് നീണ്ട മൂർച്ചയുള്ള കൊക്കുകളാണ് കാണപ്പെട്ടത്. ദർ വർ ഓൾസോ വുഡ്പെക്കർ ഫിഞ്ചസ് ദാറ്റ് യൂസ്ഡ് ഷാർപ്പ് ബീക്സ് ടു പിക്ക് സ്മോൾ ട്വിഗ്സ് ഫോർ ഫീഡിംഗ് ഓൺ വേംസ് ഫ്രം ദ ഹോൾസ് ഇൻ ദ ട്രീ ട്രങ്ക്സ്. കൂർത്ത കൊക്കുകൾ കൊണ്ട് ചില്ലകൾ കൊത്തിയൊടിച്ച് മരംപൊത്തുകളിൽ നിന്ന് പുഴുക്കളെ കുത്തിയെടുത്ത് ഭക്ഷിക്കുന്ന മരംകൊത്തി കുരുവികളും വിത്തുകൾ ആഹാരമാക്കിയിരുന്ന വലിയ കൊക്കുകളുള്ള നീലക്കുരുവികളും ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ദ ഗ്രൗണ്ട് ഫിഞ്ചസ് ദാറ്റ് ഫീഡ് ഓൺ ദ സീഡ്സ് വിത്ത് ലാർജ് ബീക്സ് വെയർ ഓൾസോ പ്രസൻറ്റ്. ഫ്രം ഓൾ ദീസ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ ഫിഞ്ചസ് ദാറ്റ് വെർ ഒബ്സർവ്ഡ് ബൈ ഡാർവിൻ ഹാഡ് ബീക്സ് അഡാപ്റ്റഡ് ടു ദർ ഫീഡിംഗ് ഹാബിറ്റ്സ്. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഡാർവിൻ നിരീക്ഷിച്ച ഈ കുരുവികൾക്ക് അവയുടെ ആഹാര രീതിക്ക് അനുസൃതമായ ആകൃതിയുള്ള കൊക്കുകളാണ് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് റോബർട്ട് മാൽത്തസിൻ്റെ പോപ്പുലേഷൻ തിയറി എന്താണെന്ന് മനസ്സിലാക്കാം. Rate of food production is not proportionate to the growth of human population. Thomas Robert Malthus pointed out that scarcity of food led to diseases, starvation and struggle for existence. മനുഷ്യ ജനസംഖ്യ വർദ്ധിക്കുന്നതിന് ആനുപാതികമായി ഭക്ഷ്യോൽപാദനം വർദ്ധിക്കുന്നില്ല. ഭക്ഷ്യദൗർബല്യം രോഗവും പട്ടിണിയും അതിജീവനത്തിനുള്ള മത്സരമുണ്ടാക്കുമെന്നാണ് തോമസ് റോബർട്ട് മാൽത്തസ് ചൂണ്ടിക്കാട്ടിയത്. ഈ ആശയമാണ് ഡാർവിൻ തൻ്റെ തിയറിയിലേക്ക് സ്വീകരിച്ചത്. അപ്പോൾ ഡാർവിൻ തൻ്റെ തിയറിയിൽ സ്വീകരിച്ച രണ്ട് കാര്യങ്ങളിൽ ഒന്നാമത്തേതാണ് ഫിഞ്ചസിൻ്റെ ബീക്കിൻ്റെ പ്രത്യേകതയും രണ്ടാമത്തേത് മാൽത്തസിൻ്റെ പോപ്പുലേഷൻ തിയറിയും. ഇനി നമുക്ക് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ രണ്ട് ടേംസ് മനസ്സിലാക്കണം. ഒന്നാമത്തേതാണ് ഓവർ പ്രൊഡക്ഷൻ, അമിത ഉൽപാദനം. വാട്ട് ഈസ് ഓവർ പ്രൊഡക്ഷൻ? എവറി സ്പീഷീസ് പ്രൊഡ്യൂസ് മോർ നമ്പർ ഓഫ് ഓഫ് സ്പ്രിങ്സ് ദാറ്റ് ക്യാൻ സർവൈവ്. ഓരോ ജീവിവർഗവും നിലനിൽക്കാനാകുന്നതിലും കൂടുതൽ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അടുത്തതാണ് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. ദേ കോമ്പീറ്റ് ഫോർ ഫുഡ്, സ്പേസ് ആൻഡ് മീറ്റ്. അവ ഭക്ഷണത്തിനും വാസസ്ഥലത്തിനും ഇണയ്ക്കും വേണ്ടി മത്സരിക്കും. ഇനി ഈ മത്സരത്തിൽ പ്രകൃതിക്ക് ഗുണകരമായ വ്യതിയാനങ്ങളുള്ളവ മാത്രം നിലനിൽക്കുകയും അല്ലാത്തവ നശിച്ചു പോവുകയും ചെയ്യുന്നു. ഇതാണ് നാച്ചുറൽ സെലക്ഷൻ അല്ലെങ്കിൽ പ്രകൃതി നിർദ്ധാരണം എന്ന് പറയുന്നത്. ഈ പ്രക്രിയ പിന്നെ തലമുറകളിലൂടെ ആവർത്തിച്ച് ഗുണകരമായ
വ്യതിയാനങ്ങളുള്ള പുതിയ ജീവജാതി ഉത്ഭവിക്കുന്നു. ഇതാണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷനിൽ പറയുന്നത്. ദോസ് ഓർഗാനിസംസ് വിത്ത് ഫേവറബിൾ വേരിയേഷൻ വിൽ സർവൈവ് ഇൻ ദ നേച്ചർ ആൻഡ് അതേഴ്സ് വിൽ ബി എലിമിനേറ്റഡ് ഇവഞ്ച്വലി. പ്രകൃതിക്ക് അനുയോജ്യമായ വ്യതിയാനങ്ങളുള്ള ജീവജാലങ്ങൾ മാത്രമേ പ്രകൃതിയിൽ നിലനിൽക്കുകയുള്ളൂ, അല്ലാത്തവ ക്രമേണ നശിച്ചു പോകുന്നു. ഈ വ്യതിയാനങ്ങൾ അടുത്ത തലമുറയിലേക്ക് കൈമാറി അങ്ങനെ പുതിയ സ്പീഷീസിലേക്ക് എത്തുന്നു എന്നാണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷനിലൂടെ പറയുന്നത്. ഇനി നമുക്ക് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്താണെന്ന് ഈ ചിത്രീകരണത്തിലൂടെ മനസ്സിലാക്കാം. ഓർഗാനിസംസ് വിത്ത് വേരിയേഷൻസ്, വിവിധ വ്യതിയാനങ്ങളുള്ള ജീവികൾ, അമിതോൽപാദനം, ഓവർ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പഠിച്ചത്. എവറി സ്പീഷീസ് പ്രൊഡ്യൂസ് മോർ നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ്സ് ദാറ്റ് ക്യാൻ സർവൈവ്. ഓവർ പ്രൊഡക്ഷൻ വിൽ ലീഡ് ടു സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. എന്താണ് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്? നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം. ദേ കോമ്പീറ്റ് ഫോർ ഫുഡ്, സ്പേസ് ആൻഡ് mates. Those organisms with favorable variation will survive in nature and others will be destroyed. പ്രകൃതിക്ക് അനുയോജ്യമായ വ്യതിയാനങ്ങളുള്ള ജീവജാലങ്ങൾ മാത്രമേ പ്രകൃതിയിൽ നിലനിൽക്കുകയുള്ളൂ, അല്ലാത്തവ ക്രമേണ നശിച്ചു പോകുന്നു. ഈ വ്യതിയാനങ്ങൾ അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നു. ഫേവറബിൾ വേരിയേഷൻസ് ആർ ട്രാൻസ്ഫേർഡ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ. ഈ പ്രക്രിയ തലമുറകളിലൂടെ ആവർത്തിച്ച് ഗുണകരമായ വ്യതിയാനങ്ങളുള്ള പുതിയ ജീവജാതി ഉത്ഭവിക്കുന്നു. അക്യുമുലേഷൻ ഓഫ് വേരിയേഷൻസ് ഇൻഹെറിറ്റഡ് ത്രൂ ജനറേഷൻസ് ആൻഡ് ദാറ്റ് ലീഡ് ടു ദ ഒറിജിൻ ഓഫ് ന്യൂ സ്പീഷീസ്. അപ്പോൾ ഇതാണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയയിൽ പഠിക്കാനുള്ളത്. എല്ലാവരും ഇത് പഠിക്കുക. അടുത്ത ചാപ്റ്ററുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.